KTDC ഹോട്ടൽ ബുക്കിംഗിന്റെ മറവിലാണ് സൈബർ തട്ടിപ്പ്. പേരും ലോഗോയും ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഗൂഗിളിൽ KTDC കീവേഡുകൾ തിരയുന്ന ഉപഭോക്താക്കളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വ്യാജ സൈറ്റുകൾക്ക് KTDCയുടെ ഔദ്യോഗിക വെബ്സൈറ്റുമായി അതീവ സാമ്യവും ഉണ്ടായിരിക്കും. റൂം ബുക്കിംഗ് പൂർത്തിയാക്കാൻ ലഭിക്കുന്ന OTP നൽകുന്നതോടുകൂടി ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിന്ന് വലിയ തുകയാണ് പിൻവലിക്കപ്പെടുന്നത്. തട്ടിപ്പ് മറയ്ക്കാൻ വ്യാജ ബുക്കിംഗ് രസീതുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഗോപാൽ ശീലാസനൽ ചേരുകയാണ്. ഗോപാൽ, അപ്പോൾ ഈ KTDCയുടെ റൂം ബുക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് തുക കുറവാണ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നത്. പക്ഷെ അതിൻ്റെ മറവിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് പലരും അറിയാറില്ല. ഈ തട്ടിപ്പ് സംഘം അതിവിദഗ്ധമായി തന്നെയാണിത് പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ ഒരു വാർത്തയിലൂടെ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് ഇവർ നടത്തിയെടുക്കുന്നത്? ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ടോ? ഒരുപാട് പണം ഇവർ തട്ടിയെടുത്തിട്ടുണ്ടോ? ഉപഭോക്താക്കൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗോപാൽ. ഷിഹാസ്, KTDC റൂം ബുക്കിംഗിന്റെ പേരിൽ വലിയ തരത്തിൽ സംസ്ഥാനത്ത് തട്ടിപ്പ് വ്യാപകമാകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. അതായത് KTDCയുടെ വെബ്സൈറ്റിന് സമാനമായ വെബ്സൈറ്റ് ഉണ്ടാക്കിയാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടക്കുന്നത്. KTDC സ്റ്റേ, KTDC ഹോട്ടൽസ്, KTDC റൂം ബുക്കിംഗ്, KTDC റിസോർട്ട്സ് തുടങ്ങി ആവശ്യത്തിന് ഈ മേഖലയിൽ സെർച്ച് ചെയ്യുന്നവർക്ക് വേണ്ട കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. പല വെബ്സൈറ്റുകളും ഇതിനോട് സമാനമായ ഫീച്ചേഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാജനേത് യഥാർത്ഥമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ കയറി ബുക്കിംഗ് ചെയ്ത് ഇതിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ വഴിയുള്ള OTP അടക്കം കൈമാറി കഴിയുമ്പോൾ വലിയൊരു തുക ഒന്നുകിൽ ഇവരുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർഡിൽ നിന്നോ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അത് അനധികൃതമായി വലിയ തുകകളാണ് നഷ്ടപ്പെടുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നു. ആദ്യം തന്നെ, അതായത് ഈ KTDC എന്ന് ബുക്ക് ചെയ്യുമ്പോൾ, സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് ബുക്ക് ചെയ്യാതെ അതിന്റെ കൃത്യമായിട്ടുള്ള URL എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇതിൽ ബുക്കിംഗ് അടക്കമുള്ള അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കണമെന്നുള്ള അറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ശരി, അപ്പോൾ തട്ടിപ്പിൽപ്പെടാതെ ഓരോരുത്തരും സൂക്ഷിക്കുക. വ്യാജനേത് ഒറിജിനൽ ഏത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രം ഇടപാടുകൾ നടത്തുക.